ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കൊട്ടിയൂരിക്ക് പോവുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് പോകണമെന്ന്. പക്ഷെ മഴ കാരണം നമുക്ക് കഴിഞ്ഞില്ല. ഇന്ന് ജൂൺ 26 അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം കൂടെ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. ഇന്ന് പോയില്ലെങ്കിൽ പിന്നെ നമുക്ക് പോകാൻ പറ്റൂല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നീട്ടിക്കൊണ്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും പോവുകയാണ്. ഇത് പനമരം പാലമാണ്. കബനി നദിയാണ് വഴി ഒഴുകുന്നത്. ഇപ്പോൾ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളും വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് വലതുഭാഗത്ത് കാണുന്നത് ഇത് വള്ളിയൂർക്കാവാണ്. വള്ളിയൂർക്കാവിൽ ഇത് താഴേക്കാവാണ്. വള്ളിയൂർക്കാവിൽ ശരിക്കും മഴയൊക്കെ ആവുന്ന സമയത്ത് അവിടെ വെള്ളമൊക്കെ കയറുന്ന സ്ഥലമാണ്. ഇപ്പോൾ മാനന്തവാടി ടൗണെത്തി. ഇനി നമുക്ക് ഭക്ഷണം ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. അപ്പോൾ ഇവിടുന്ന് ദോശയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. ഇവിടുന്ന് ശരിക്കും ഒരു 53 കിലോമീറ്ററാണ്. നേരെ പോയി കഴിഞ്ഞാൽ പേരിയാച്ചുരവും വലതുഭാഗത്ത് പാൽച്ചുരമാണ്. നമുക്ക് വയനാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് പാൽച്ചുരം വഴിയാണ് ശരിക്കും എളുപ്പം. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. വ്ളോഗ് ചെയ്യായിരിക്കും ശരിക്കും. ഇതുപോലെ കുത്തനെയുള്ള ഇറക്കമാണ്. ഇടുങ്ങിയ വഴിയൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ വണ്ടികൾക്കും ചെറിയ 2 വണ്ടികൾക്കും ഒന്നിച്ച് പോകാനൊന്നും സാധിക്കില്ല. ഇതുവരെ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ചുരത്തിലെത്തിയപ്പോൾ ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഇടുങ്ങിയ വഴി, നമുക്ക് താമരശ്ശേരി ചുരം പോലെയൊന്നും അല്ല. പാൽച്ചുരം വഴി പോകുന്ന സമയത്ത് ചെറുതായിട്ട് ഭയമൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നല്ല കോടമഞ്ഞും മഴയൊക്കെ ആവുന്ന സമയത്ത് തന്നെ ഭയങ്കര ഇരുട്ടൊക്കെ ആയിരിക്കും. ഇപ്പോൾ കുറച്ചുകൂടെ നമ്മൾ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഫുള്ള് കോടയൊക്കെ ആയിരുന്നു. ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല. വലതുഭാഗത്ത് ഒരു കൊക്കയൊക്കെ ഉണ്ട് സംഭവം. അപ്പോൾ അങ്ങനെ ഇതുപോലെ നമ്മൾ ഈ ബസ്സിൻ്റെ പുറകിൽ പെട്ടുപോയിട്ടോ. അവരൊക്കെ പാസ് ചെയ്ത് പോയി. ജസ്റ്റ് മിസ്സായിപ്പോയി. നമുക്ക് പാസ് ചെയ്യാൻ പറ്റിയില്ല. ഇതുപോലത്തെ വലിയ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പിന്നെ നോക്കണ്ട, എന്തായാലും ഡിലേ ആയിപ്പോവും. അപ്പോൾ ഇന്ന് മഴയൊന്നും നമ്മൾ നോക്കുന്നില്ല. ഭഗവാനെ കാണണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും പോവുകയാണെന്ന്. ഇന്ന് പോയി കണ്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ എങ്ങനെയാണ് നാളത്തെയും മറ്റന്നാളത്തെ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അമ്പലത്തിലൊക്കെ തോന്നുന്ന സമയത്ത് പോവുക അത്ര തന്നെ. അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്തത് ചിലപ്പോൾ നടക്കണമെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു 7 പേരാണ് പോയത്. ഇപ്രാവശ്യം ഫാമിലി ആയിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇതുപോലെ നമ്മൾ ശരിക്കും മണിത്തറയിലൊന്നും കയറിയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് കയറേണ്ടത് പോകേണ്ടതെന്നൊന്നും അറിയില്ല. അവരുടെ കൂടെ പോയതുകൊണ്ട് തന്നെ നമുക്കൊന്നും വ്യക്തമല്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റുകയൊക്കെ ചെയ്യും. അങ്ങനെ തൊഴണം. അപ്പോൾ ഞങ്ങൾ തിരുവഞ്ചിറയിൽ കൂടെ ഒന്ന് ചുറ്റിയിട്ടാണ് ഭഗവാനെ കണ്ടത്. പക്ഷേ എനിക്ക് നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഇന്നലെ ശരിക്കും ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേന്ന് വരെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഭഗവാനെ കാണുമെന്ന്. അപ്പോൾ സ്വപ്നത്തിൽ അത് ആഗ്രഹിച്ച് കിടന്നതുകൊണ്ടായിരിക്കാം സ്വപ്നത്തിൽ നമുക്കിങ്ങനെ അതായത് എന്നോട് പറഞ്ഞു, ഒരു തിരുമേനി എന്നോട് പറഞ്ഞു അകത്ത് കയറി കണ്ടോളൂ എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. ഞാൻ അകത്ത് കയറിയ സമയത്ത് ഞാൻ ശരിക്കും കണ്ടത് ഒരു ശിവലിംഗമാണ് കണ്ടത്. പിന്നെ ശിവലിംഗം, ഒരു സ്വപ്നത്തിലൊരു രൂപം, ശിവലിംഗത്തിൻ്റെ ഒരു രൂപം ഞാൻ ശരിക്കും കണ്ടു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ തന്നെ രാവിലെ എന്നോട് അമ്മ വിളിച്ച് പറഞ്ഞു, മഴ കുറവുണ്ട്, നമുക്ക് അമ്പലത്തിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി 7:30 ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ ശരിക്കും അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിലെത്തിയിട്ട് പാർക്കിങ്ങൊക്കെ നമുക്ക് അടുത്ത് തന്നെയാണ് കിട്ടിയത്. ഒരുപാട് നടക്കേണ്ടി ഒന്നും വന്നില്ല. ഭയങ്കര വലിയ തിരക്കായിരുന്നു. അതുപോലെ മഴയും. എല്ലാവരും കുടയൊക്കെ ചൂടി നിൽക്കുമായിരുന്നു. കുടയൊക്കെ ചൂടിയിട്ട് പക്ഷെ കാര്യമൊന്നുമില്ല. എല്ലാവരുടെ കുടയിലെ വെള്ളവും നമ്മുടെ തലയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് കുടേൻ്റെ ഒന്നും ആവശ്യമില്ല. കുട്ടികളെ കൊണ്ട് പോകുന്നവർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മോൾക്ക് ഞാൻ കുടയൊക്കെ എടുത്തു. റെയിൻകോട്ടൊന്നും അവിടെ അലൗഡല്ല. അപ്പോൾ ഞാൻ കുടയൊക്കെ എടുത്തിട്ടാണ് പോയത്. പക്ഷേ കുടയൊന്നും ചൂടേണ്ട ആവശ്യമില്ല. എല്ലാവരും അവസാനം കുടയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു. ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്യൂ നിന്നിട്ടാണ് പോയത്. പക്ഷെ ക്യൂവിൽ പകുതിക്ക് നമുക്ക് ഇറങ്ങേണ്ടി വന്നു. മോള് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ഇതായതുകൊണ്ട് നമുക്ക് ഇറങ്ങേണ്ടി വന്നു. ഇറങ്ങിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ ചുറ്റി ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പോയ സമയത്ത് അതൊന്നും നടന്നില്ല. ഇതുപോലെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഒന്നും നടന്നില്ല. പക്ഷേ അവിടുന്ന് പോയി പറഞ്ഞപ്പോൾ അവരടുത്ത് കുഞ്ഞിനെയും കൊണ്ട് കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നമുക്കൊരു ടോക്കൺ തന്നു. അങ്ങനെ ടോക്കൺ തന്നപ്പോൾ അങ്ങനെ ശരിക്കും ഞങ്ങൾ കയറി കാണുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ എനിക്ക് മണിത്തറയിലേക്ക് കയറാൻ പറ്റി. ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം തന്നെയായിരുന്നു മണിത്തറയിലുണ്ടായിരുന്നത്. അത് ഒരുപാട് സന്തോഷമായി. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ,
ഉള്ള ഒരു വിഷമമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് നന്നായിട്ട് കാണാനും തൊഴാനൊക്കെ പറ്റി. ഇവിടെ നമുക്ക് ആഗ്രഹങ്ങൾ പോലെ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹം നടക്കുന്നൊക്കെയാണ്. എല്ലാ വർഷവും അമ്പലത്തിലേക്ക് വന്നില്ലെങ്കിലും നമുക്ക് ഓടപ്പൂവൊക്കെ എല്ലാ വർഷവും കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ വരാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓടപ്പൂവൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ദർശനമൊക്കെ കിട്ടി. ടോക്കൺ കിട്ടുന്നു കരുതിയിട്ട് പോയതല്ല. പക്ഷേ എന്തോ ഭഗവാന്റെ ഇതുകൊണ്ടായിരിക്കാം ഒരുപാട് നേരം ക്യൂ ഒക്കെ നിന്നു. പക്ഷേ ടോക്കണൊക്കെ കിട്ടി, ഭഗവാനെയൊക്കെ കണ്ടു. അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ മഴ നനഞ്ഞ് കയറിയത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇത് തന്നെയായിരുന്നു. ശരിക്കും മഴ നനഞ്ഞ് തന്നെയാണ് കയറേണ്ടത് അമ്പലത്തിലേക്ക്. അവിടെ പിന്നെ ദർശിക്കുന്ന സമയത്ത്, ഭഗവാനെ ദർശിക്കുന്ന സമയത്ത് ശരിക്കും റെയിൻകോട്ടും ആരും ഉപയോഗിക്കാറില്ല. കുടയൊക്കെ നമ്മൾ മടക്കി വെക്കേണ്ടി വരും. അപ്പം നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ട് മഴയൊക്കെ നനയും. ഭയങ്കര പിന്നീട് ഇവിടെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര ക്യൂവും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ അമ്പലത്തിൽ നിന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. ഒരു സാമ്പാറും ഒരു തോരനും ചോറും ഒക്കെ ആയിട്ട് നമ്മൾ കഴിച്ചു. ഭയങ്കര രുചിയൊക്കെ ആയിരുന്നു. എന്തായാലും നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇത് തന്നെയായിരുന്നു. എക്സ്പീരിയൻസ് അല്ല, ശരിക്കും ഒരു ആത്മീയ യാത്ര തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ തിരിച്ച് ചുരമൊക്കെ കയറി. അപ്പോൾ ശരിക്കും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും പോവേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. എല്ലാവരും അടുത്ത പ്രാവശ്യമെങ്കിലും ഒന്ന് പോകാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.